Baking Queen, ho, ho. Baking Queen, ho, ho. Baking Queen, ho, ho. Welcome to Bake Mill Baking Queen, brought to you by Bake Mill, where every bite blossoms, and powered by K-Phone, കേരളത്തിൻ്റെ സ്വന്തം ഇൻ്റർനെറ്റ്. അങ്ങനെ നമ്മുടെ ബേക്കിംഗ് ക്വീൻ കോമ്പറ്റീഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വളരെ ഗംഭീരമായിട്ട് തന്നെ നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും പെർഫോം ചെയ്യുന്നുണ്ട്. നല്ല നല്ല റെസിപ്പീസ് നമ്മൾക്കായിട്ട് കാഴ്ചവെക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും, പ്രേക്ഷകർ എന്ന് പറയുമ്പോൾ അവരാണ് ഇതിൻ്റെ എല്ലാം. അപ്പോൾ കീപ്പ് ഓൺ സപ്പോർട്ടിങ്. അപ്പോൾ ഇന്നും നിങ്ങൾ വീണ്ടും ഒരു മനോഹരമായ എപ്പിസോഡ് കാണാൻ പോവുകയാണ്. 4 ശക്തരായ കണ്ടസ്റ്റൻസ് വരികയാണ്. ഇത് 5ാമത്തെ ഗ്രൂപ്പിൻ്റെ പ്രിലിംസാണ്. അപ്പോൾ ഈ കാഴ്ചകളും കാണുക, ആസ്വദിക്കുക, വിലയിരുത്തുക. എന്നോടൊപ്പം കൃഷ്ണയുമുണ്ട്. കൃഷ്ണയെ സ്വാഗതം ചെയ്യാം. ഹലോ. യെസ്, വീണ്ടും കേക്ക് കഴിക്കാൻ തുടങ്ങാം. അതായത് നമ്മളിപ്പോൾ 5ാമത്തെ റൗണ്ടായി. യെസ്, പ്രിലിംസിൻ്റെ 5th റൗണ്ട്. വീണ്ടും 4 മനോഹരമായ അപ്പോൾ ഇതിപ്പോൾ നമുക്ക് നമ്മുടെ കണ്ടസ്റ്റൻസ് ഒക്കെ റെഡിയാണ്. എത്ര രസമാണ് അല്ലേ ഓരോ റൗണ്ടും. എന്ത് തോന്നുന്നു മൊത്തത്തിൽ? തേർഡ് വാസ് ബെസ്റ്റ് റൗണ്ട് ആയിട്ടാണ് തോന്നിയത് നമുക്ക്. പിന്നെ 4th ആയപ്പോഴും നമുക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻസ്. അങ്ങനെ ഓരോ റൗണ്ടും കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുകയാണ് ഏറ്റവും നല്ല കണ്ടസ്റ്റൻസ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യട്ടെ, എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യട്ടെ എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും നമുക്ക് കഴിക്കാനുള്ള ഭാഗ്യമുണ്ട്, നമുക്കെല്ലാം ടേസ്റ്റ് ചെയ്യാം. ഇവർ അപ്പോൾ പ്രേക്ഷകർക്ക് കണ്ട് ഇവാലുവേറ്റ് ചെയ്യാം, അത് മനസ്സിലാക്കുകയും ചെയ്യാം ഇതെങ്ങനെയാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡും നന്നായി കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് വിളിക്കാം അല്ലേ? ഓക്കെ. Baking Queen, ho, ho. Baking Queen, ho, ho. Baking Queen, ho, ho. Baking Queen, ho, ho. Baking Queen. എൻ്റെ പേര് സൈഫുനിസ. ഞാൻ തൃത്താല, പാലക്കാട് ജില്ലയിൽ നിന്നായിരുന്നത്. ഞാൻ ബേസിക്കലി ഒരു എൻ്റർപ്രണറാണ്. കേക്ക് ഷോപ്പുണ്ട്, തൃത്താല തന്നെയാണ്. ഒരു 10 വർഷത്തോളമായി നമ്മൾ ബേക്കിംഗ് ഫീൽഡിൽ തന്നെയാണ്. ഞാൻ കൈരളി ടി വിയുടെ ബേക്കിംഗ് ക്യൂൺ എന്നുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എന്ന് വന്നതാണ്. എന്നതിൽ ഉണ്ടാക്കുന്നത് പാണ്ടാൻ ഷിഫോൺ വിത്ത് ക്രീം കോക്കനട്ട് ക്രീം കേക്കാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യമായിട്ട് നമ്മളെ ഒരു 6 ഇഞ്ച് 7 സ്ക്വയർ ബേക്കിംഗ് ടിന് പേപ്പർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ആദ്യമായിട്ട് ഫ്ലോറൊക്കെ സീവ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഫ്ലോർ എടുക്കാൻ പോകുന്നത് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് അതിനെ പിഞ്ച് ഓഫ് സോൾട്ട് ഇതൊരു പ്രാവശ്യം സീവ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗൾ മാറ്റിയിട്ട് നമ്മൾ 5 എഗ് യോക്ക് മാറ്റി വെച്ച് എല്ലാ എക്സ്ട്രാക്റ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇതിലേക്ക് ചേർക്കുക. ഒരു എക്സ്ട്രാ വലിയ ബൗളിലേക്ക് മാറ്റാൻ പോവാന്നേ. അതോ കൂടെ ഓയിൽ, പാണ്ടാൻ ജ്യൂസ്, കോക്കനട്ട് മിൽക്ക്, 2 പാർട്ടായിട്ട് കേസരി ഷുഗർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 30 ഗ്രാം നമ്മൾ ഫസ്റ്റ് എഗ് യോക്കിൻ്റെ മിക്സിലേക്കാണ് ചേർക്കേണ്ടത്. ഇനി നേരത്തെ സീവ് വെച്ച ഫ്ലോർ നമ്മൾ ഇതിൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കും. ഇത് പാണ്ടാൻ ലീഫിൻ്റെ ആ ഒരു ഗ്രീൻ കളറാണ്, വേറെ എക്സ്ട്രാ കളറുകളൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ അടുത്തത് മെറാങ്ക് ഉണ്ടാക്കാനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എഗ് വൈറ്റ് നമ്മൾ ആദ്യം മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 5 എഗ്ഗിൻ്റെ. ദെൻ കേസരി ഷുഗർ നമ്മൾ 60 ഗ്രാം കേസരി ഷുഗറാണ്, അതും കൂടി ചേർത്തിട്ട് സ്ലോലി ആയിട്ട് ബീറ്റ് ചെയ്ത് നമുക്ക് മെറാങ്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യും. 16 ഗ്രാം കേസരി ഷുഗറാണ്, അപ്പം അത് കുറച്ചായിട്ട് ആഡ് ചെയ്യണം. മെറാങ്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ബൗള് വെരി ക്ലീൻ ആൻഡ് നീറ്റായിരിക്കണം. ഒരു വാട്ടറിൻ്റെ പാർട്ടിക്കിൾസ് വേറെ അത് പാർട്ടിക്കിൾസ് ഒന്നും പാടില്ല. ആഡ് ചെയ്യും.
നമ്മുടെ മെറാങ്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടെ ഒരു ബീറ്റ് ആവാണ്ട് ഇപ്പോൾ സോഫ്റ്റ് പീക്കായി. ദെൻ ഫൈനലി മെറാങ്ക് റെഡി ആയിട്ടുണ്ട്. നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ എഗ് യോക്ക്, ഫ്ലോർ ആൻഡ് കോക്കനട്ട് ക്രീം, ഓയിലൊക്കെ മിക്സർ നമ്മൾ ഈ മെറാങ്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പം മെറാങ്ക് എപ്പോഴും നമ്മൾ മാറ്റുമ്പം ആദ്യം കുറച്ച് പാട്ടെടുത്ത് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മളുടെ മെറാങ്കിലേക്ക് മിക്സ് ചെയ്യാൻ. ഇത് എയറി ആയിരിക്കണം എപ്പോഴും. നേരത്തെ തയ്യാറാക്കി വെച്ചതിൽ കുറച്ച് മെറാങ്ക് മിക്സ് ചെയ്ത് എന്നിട്ട് നമ്മൾ നേരിട്ട് മെറാങ്കിലേക്ക് കുറച്ച് ബാച്ചായിട്ട് നമ്മളുടെ ഈ മിക്സ് ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കണം. അതിൽ സ്ലോലി ആയിട്ടായിരിക്കണം നമുക്ക് മിക്സ് ചെയ്യേണ്ടത്. മെറാങ്കിൻ്റെ കൺസിസ്റ്റൻസി എയറി ആയിരിക്കും. അപ്പം അത് താഴോട്ട് പോവാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. കേക്ക് മിക്സ് ഓൾറെഡി ഷിഫോൺ കേക്കിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബേക്കിംഗ് ട്രേ ലൈൻ ചെയ്ത ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തു. ഇനി ബേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 35 മിനിറ്റ്സിലാണ് നമ്മൾ ബേക്ക് ചെയ്യാൻ 150 അപ്പ് ആൻഡ് ഡൗൺ കോയിലിൽ 35 മിനിറ്റാണ് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കേക്ക് ബേക്ക് ചെയ്യുന്ന ടൈം കൊണ്ട് നമുക്ക് ഉണ്ടാക്കുന്നത് ഷിഫോൺ വിപ്ഡ് കോക്കനട്ട് ക്രീമാണ്. അപ്പോൾ ആ കോക്കനട്ട് ക്രീം നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ കോക്കനട്ട് പൗഡർ എടുത്തിട്ടുണ്ട്, വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്, പിന്നെ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റിംഗ് പർപ്പസിന് തുലിപ്സ്, ബേക്ക്ഡ് തുലിപ്സാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ബൗളിലേക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാൻ പോവാം. ഇത് വിപ്പ് ചെയ്യാൻ പോവാം. അതിലോട്ട് നമ്മൾ കോക്കനട്ട് പൗഡർ ആഡ് ചെയ്യുക. ക്രീം വിപ്പായി കഴിഞ്ഞ് കേക്ക് ബേക്കായി. നമ്മുടെ ടൈമിനേക്കാളും 8 മിനിറ്റ് താഴെയായിട്ടാണ് നമുക്ക് ബേക്കായി വന്നിട്ടുള്ളത്. അപ്പം കേക്ക് ഓൾമോസ്റ്റ് റെഡിയായി. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. കേക്ക് ഏകദേശം ചൂടാറിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മേലെ ജസ്റ്റ് ഒരു കോക്കനട്ട് ക്രീം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് റൗണ്ട് ടിപ്പ് നോസിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്രീം ഫില്ല് ചെയ്യാൻ പോവാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കോക്കനട്ട് ക്രീം കേക്കൊക്കെ ബേക്കായി. എന്ത് കേക്കായിരുന്നു? പാണ്ടാൻ ഷിഫോൺ കേക്ക്. ഓക്കെ. അതിൻ്റെ കൂടെ കോക്കനട്ട് ക്രീം, വിപ്ഡ് കോക്കനട്ട് ക്രീം ബേക്കായി, ചൂടാറി. നമ്മുടെ ജസ്റ്റ് ഒരു ഡെക്കറേഷൻ പർപ്പസോടുകൂടി ക്രീം, ജസ്റ്റ് ഒരു ക്രീം ബേസ് ആയി. ഇതിനെ കട്ട് ചെയ്യോ? ഇല്ല, ജസ്റ്റ് നമ്മുടെ ഒരു അത്ര ഇതിന് വേണ്ടു, അത്ര ആവശ്യമുള്ളൂ. നമുക്ക് ലെയറൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ആ തിക്നെസ് തന്നെ ബേക്ക് ചെയ്തിട്ട് ബേസിക്കലി ഇത് മലേഷ്യ, തായ്ലാൻഡ്, പാൻഡാൻ ഒരുപാട് ട്രൈ ചെയ്യാറുണ്ട്. പാൻഡാൻ ലീവ്സ് ഉണ്ട്. ഇത് മുന്നേ ചെയ്തിട്ടുണ്ട്. പായസം, ഇഷ്ടമാണോ ഫ്ലേവർ? മീൻസ് ബേസിക്കലി ഉമ്മ മലേഷ്യൻ, ഉപ്പം മലേഷ്യയിലായിരുന്നു. അപ്പോൾ ഉമ്മാനെ വിവാഹം കഴിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. മീൻസ് മലബാർ, മീൻസ് ഇവിടുന്ന് പോയ മലബാർ അവിടെ സെറ്റിലായി. അപ്പം അവിടുന്ന് അപ്പോൾ ആ കൾച്ചറിലുള്ള ഫുഡൊക്കെ നമുക്ക് ഏകദേശം അതന്നെ ഈ കേക്ക് ചൂസ് ചെയ്യാൻ ഓൾമോസ്റ്റ് നമുക്ക് അറിയാം അതിൻ്റെ ടേസ്റ്റ് എന്താന്നുള്ളത്. പക്ഷേ രമ്പയില എന്ന് പറയുമ്പോൾ ആർക്കും മനസ്സിലാവും. പാണ്ടാൻ ലീവ്സ് പറയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞു അല്ലേ? ഫൈനലി കേക്ക് ഡെക്കറേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഡെക്കറേഷൻ ഈ വിപ്ഡ് കോക്കനട്ട് ഫ്ലേവേർഡ് ക്രീം, ജസ്റ്റ് പാൻഡാൻ ലീവ്സ് കേക്കും ഷിഫോൺ കേക്കും ഇനി ചില്ലറിലിട്ട് മാറ്റാം. ഹലോ വളരെ ഹാപ്പി ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുന്ന ഒരാളെ നോക്കൂ. നല്ല ബ്യൂട്ടിഫുൾ അല്ലേ? താങ്ക് യു. സിമ്പിൾ. ആക്ച്വലി ബേക്കിംഗ് ആണ് പാഷൻ അല്ലേ? അതെ. കുക്കിങ്ങിനെക്കാട്ടിലും രണ്ടും ഒരേപോലെ, പക്ഷേ കൂടുതൽ ഇൻട്രസ്റ്റിംഗ്
ഹോം ബേക്കർ അല്ലേ? ഓൺട്രപ്രണറാണ്. ബേക്കർ എന്ന് പറയുന്നത് ഓൾറെഡി ഷീ ഹാസ് ബിസിനസ് കേക്ക് ഷോപ്പ് കേക്ക് ഷോപ്പ് ഉണ്ട് നാട്ടില് തൃത്താല തൃത്താല. സ്ട്രീറ്റ് കേക്കറി എന്ന ഷോപ്പിൻ്റെ ഓൾമോസ്റ്റ് 4 years ആയി. Street cake. 10 yearsന്റെ മേലായി നമ്മൾ ബേക്കിംഗ് ഹോം വീട്ടിൽ സ്റ്റാർട്ട് ചെയ്തു. കൂടെ എത്ര സ്റ്റാഫ് ഉണ്ട്? സ്റ്റാഫ് ഹസ്ബൻഡ്, ഞാനും പിന്നെ ഒരു സ്റ്റാഫ്. ഹസ്ബൻഡും സെയിം ഹസ്ബൻഡ് ഓൾറെഡി ബേക്കിംഗ്. ഞാനിപ്പോൾ ഒരു കോഴ്സും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്റർനാഷണൽ കോഴ്സ് ബേക്കിംഗ് ആൻഡ് പേസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ചെയ്യുന്നത്. അപ്പം ഹസ്ബൻഡ് ഞാൻ വരുമ്പോഴേക്ക് കേക്ക് ബേക്ക് ചെയ്ത് ഫില്ല് ചെയ്ത് നമ്മൾ ഐസ് അല്ലല്ല ഓഫ്ലൈൻ രാവിലെ 6:30 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങും. ജസ്റ്റ് ഒരു 4 ആകുമ്പോഴത്തേക്കും വീട്ടിൽ തിരിച്ചെത്തി. അപ്പോഴേക്ക് ഹസ്ബൻഡൊക്കെ ഓൾമോസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ടാവും. നമ്മൾ ഐസിങ് ചെയ്യൽ മാത്രമേ ഉണ്ടാവും. അങ്ങനെ ബിസിനസ്സും ക്ലാസ്സും ബേക്കിങ്ങും എല്ലാം കൂടെ മാനേജ് ചെയ്ത് എഫേർട്ട് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫ്രീ ആയിട്ട് ഇരിക്കുന്നത് ഇഷ്ടമല്ല. മീൻസ് എപ്പോഴും ഇങ്ങനെ എൻഗേജ്ഡ് ആവണം. നമുക്ക് മൈൻഡ് ഫ്രീ ആയിരിക്കും, ടെൻഷൻ ഫ്രീ ആയിരിക്കും. അത് എൻഗേജ്ഡ് ആവുന്നത് ക്രിയേറ്റീവ് ആകുമ്പോൾ കുറച്ചുകൂടി ഒന്നും കൂടെ സ്ട്രോങ് പോയിന്റ് നല്ലൊരു പാർട്ട്ണറിനെ കിട്ടും. അതെ അത് മൈൻഡ് ഫ്രീ ആയിരിക്കണമെങ്കിൽ നമ്മുടെ പാർട്ട്ണർ ഭയങ്കര കോപ്പറേറ്റീവ്. ഇതിപ്പോ കറക്റ്റ് ആയിട്ടുള്ള പാർട്ട്ണർ ഉപരി അതിലെ ഫാമിലി. ജോയിന്റ് ഫാമിലിയാണ്. ഇന്നത്തെ കാലം നമുക്ക് ജോയിന്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു ഹസ്ബൻഡിന്റെ ഫാമിലി. എന്റെ ഫാമിലി പ്രത്യേകിച്ച് സപ്പോർട്ട് ഒന്നുമില്ല. ഓൾറെഡി ഞങ്ങൾ ലവ് മാരേജ് ആയിരുന്നു. വന്നിട്ടുണ്ട് എന്റെ കൂടെ എല്ലാ സപ്പോർട്ട് ആയിട്ട്. ഞാൻ ഹസ്ബൻഡ് ഇല്ലാതെ ഒരു പരിപാടിയില്ല. ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇല്ല. കാരണം എപ്പോഴും ഹസ്ബൻഡ് ബെസ്റ്റ് ഫ്രണ്ടും കൂടി പറയേണ്ട ആവശ്യമില്ല. നമുക്ക് പിന്നെ പ്രത്യേകിച്ച് വിവരിക്കേണ്ട ആവശ്യമില്ല. ഹാപ്പി ടു നോ. നമുക്ക് സന്തോഷമുള്ളൂ. ഹലോ, എൻ്റെ പേര് സുപർണ. ഞാൻ കോഴിക്കോട് ചെറുപ്പയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ഫ്യൂഷൻ ചീസ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് മോട്ടിച്ചൂർ ചീസ് കേക്ക്. ഇതൊരു ട്രഡീഷണൽ ചീസ് കേക്ക് വിത്ത് മോട്ടിച്ചൂർ ഫ്യൂഷനാണ് വരുന്നത്. ബിസ്ക്കറ്റ് ബേസ് ഉള്ള ചീസ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഫസ്റ്റ് വേണ്ടത് ബിസ്ക്കറ്റ്, പൊടിച്ച ബിസ്ക്കറ്റ്. ഈ ബട്ടർ ബിസ്ക്കറ്റ് ബേസിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്യാം. പിഞ്ച് ഓഫ് സോൾട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. സാധാ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റോ മേരി ബിസ്ക്കറ്റോ ഏതെങ്കിലും ബിസ്ക്കറ്റ് യൂസ് ചെയ്തിട്ട് പൊടിച്ച് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ബിസ്ക്കറ്റിൽ മിക്സ് ചെയ്യാം. ഒരു സാൻഡ് പരുവത്തിലാവുമ്പോഴാണ് നമ്മൾ മിക്സിങ് കറക്റ്റായെന്ന് മനസ്സിലാക്കുക. അപ്പോൾ മിക്സ് ചെയ്ത ബിസ്ക്കറ്റ് ബേസ് നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്ന ടിന്നിലേക്ക് നമ്മൾ മാറ്റുകയാണേ. ഇത് നല്ലോണം നമ്മൾ ടിന്നിൽ ലൈൻ ചെയ്ത ടിന്നിൽ നമ്മൾ നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബേസ് ഇവിടെ റെഡിയാണ്. ഇത് ഇനി ഒരു 10 minutes നമ്മൾ ചില്ല് ചെയ്യാൻ വെക്കണം ഫ്രിഡ്ജിൽ. നെക്സ്റ്റ് നമ്മൾ ക്രീം ചീസ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ഉള്ളിലെ ഫില്ലിങ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്രീം ചീസാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് അതൊന്ന് മിക്സ് ചെയ്തിട്ട് സ്മൂത്ത് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിതിൽ ബീറ്ററൊന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് സ്പൂണ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട്. ഈ ചീസ് അങ്ങോട്ട് മാറ്റി വെക്കാം. നമുക്കിവിടെ 90 grams വിപ്പിംഗ് ക്രീം മതി. ഞാനിവിടെ യൂസ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീമാണ്. അത് ഹെവി ക്രീം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ 90 grams എടുക്കുന്നുള്ളൂ. ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നു. മിൽക്ക്, കോൺഫ്ലോർ. ഇത് നല്ല മെൽറ്റ് ആവുന്നത് വരെ നല്ലോണം നമ്മൾ സ്മൂത്തായി കിട്ടുന്നത് വരെ നമ്മൾ വിസ്ക് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട്. ഷുഗറൊക്കെ നല്ലപോലെ ഡിസോൾവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ആഡ് ചെയ്യാം. നമ്മളെ മോട്ടിച്ചൂർ ലഡുവിൻ്റെ നമ്മൾ ഫ്യൂഷൻ കൊണ്ടുവരുന്ന കേസറാണത്. കുങ്കുമപ്പൂവ്, കുറച്ച് കുങ്കുമപ്പൂവും ഇത്തിരി നുള്ളു ഏലക്കപ്പൊടി നമുക്ക് ഇടാം. ഇത് നല്ലോണം പോലെ നമുക്ക് മിക്സ് ചെയ്യാം. ഒരു നുള്ളുപ്പും. ഇത് നല്ലോണം പോലെ മിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ക്രീം ആഡ് ചെയ്യാൻ പോവുകയാണ്. വൺസ് ക്രീം ചീസ് ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ജെൻ്റലി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഓവർ മിക്സ് ചെയ്യാൻ പാടില്ല. ഇതിലേക്ക് ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ലഡും കൂടെ ആഡ് ചെയ്യാൻ പോവുകയാണ്. എടുത്തിരിക്കുന്ന ലഡു നല്ലോണം പോലെ ജസ്റ്റ് ഒന്ന് പൊടിച്ച് നമ്മൾ മിക്സറിലോട്ട് ആഡ് ചെയ്യാൻ പോവാം. സ്പാച്ചുല യൂസ് ചെയ്തിട്ട് ജസ്റ്റ് കമ്പൈൻ ആക്കിയാൽ മതി. കൂടുതൽ മിക്സ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കുക. ഇവിടെ നമ്മൾ 50 grams ലഡുവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഈ മിക്സ്ചർ ഇനിയിപ്പോൾ അത് ഇങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിട്ട് വാട്ടർ ബാത്തിൽ ഇറക്കി വെച്ച് നമ്മൾ ബേക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് ബേസ് നല്ലോണം ചില്ലായി വന്നിട്ടുണ്ട്. നമ്മൾ ക്രീം ചീസ് മിക്സ്ചർ ഇതിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നല്ലോണം ടാപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ബോയിലിംഗ് വാട്ടറിലേക്ക് നമ്മൾ ഈ മിക്സ്ചർ ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാൻ പോവാം. ഈ മിക്സ്ചർ ഇനി നമ്മൾ ഓവനിലോട്ടേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ ഓവനിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 30 minutes നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മൾ ചീസ് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ ചീസ് കേക്ക് ബേക്ക് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കാം. ഇത് എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു നുള്ള് കുങ്കുമപ്പൂം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വിപ്പിംഗ് ക്രീം വിപ്പായി വന്നിട്ടുണ്ട്. നല്ല സ്റ്റിഫ് പീക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അത് പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റാം. പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്നും ചില്ല് ചെയ്യാൻ വെക്കാം. യെസ്, സൂപ്പർണ. കോഴിക്കോട് അല്ലേ? കോഴിക്കോട് നിന്നാണ്. എങ്ങനെയുണ്ട് ഈ റൗണ്ടിൽ? എന്താണ് പ്ലാൻ ചെയ്ത് ഫ്യൂഷൻ കേക്കാണ്. ചീസ് കേക്ക്, ട്രഡീഷണൽ ചീസ് കേക്ക് വിത്ത് മോട്ടിച്ചൂർ ലഡു. ഇത് ആരും ഒരാൾ ചെയ്തല്ലോ, മോട്ടിച്ചോർ. മോട്ടിച്ചൂർ ചെയ്തിട്ടില്ല ഇതുവരെ. ഇവിടെ ചെയ്തു. ഇവിടെ ഇന്നലത്തെ ഷൂട്ടിലായിരുന്നു തോന്നുന്നു. അപ്പൊ മോട്ടിച്ചോർ ലഡു ഇവിടെ ചെയ്തിട്ടാണോ അതോ കൊണ്ടുവന്നോ? ഇല്ല, ഞാൻ കൊണ്ടുവരാ. അത് മോട്ടിച്ചോർ ഞാൻ ചെയ്യാറുണ്ട്, പക്ഷെ നമുക്ക് ടൈമിന്റെ വരുന്നതുകൊണ്ട്. മറ്റേ ലേഡി ഇവിടെ തന്നെ ചെയ്തേ. ഓക്കെ. പിന്നെ അപ്പോൾ ചീസ് കേക്ക് ട്രഡീഷണൽ മീൻസ് നമ്മൾ ബേക്ക്ഡ് ചീസ് കേക്കാണ് വരുന്നത്. വാട്ടർ ബാത്ത് ബ്രൈൻ മെത്തേഡ്. ഓക്കെ, അതിലിപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ ലോ ടെമ്പറേച്ചറിലാണ് അല്ലേ? ലോ ടെമ്പറേച്ചറിലാണ്. ഓക്കെ. എത്ര സമയം എടുക്കും ഇനി? ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി അത് ചില്ല് ചെയ്യണം. ആൻഡ് ലാസ്റ്റ് ഒരു ചെറിയൊരു ക്രീം അലങ്കാരം കൂടെ വരുന്നുള്ളൂ. കംഫർട്ടബിൾ ആയിരുന്നോ ഈ ഒരു റൗണ്ട്? എന്ത് തോന്നി ഫ്യൂഷൻ എന്ന് പറഞ്ഞപ്പോൾ? കുഴപ്പമില്ല, നന്നായി ചെയ്യാം. ഹോം ബേക്കറാണോ? അതെ, ഹോം ബേക്കറാണ്. എത്ര വർഷമായി? അധികമൊന്നും ഇല്ല, ഞാൻ 3 ഇയേഴ്സ് ആയിട്ടുള്ളൂ. ഞാൻ വീട്ടിൽ നിന്ന് ചെറുപ്പം മുതലേ അമ്മ കേക്ക്, ഞങ്ങളുടെ ബർത്ത്ഡേക്കൊക്കെ അമ്മയാണ് കേക്ക് ഉണ്ടാക്കുക. അപ്പോൾ എനിക്കതെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഓവൻ യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഓവൻ യൂസ് ചെയ്യാനായിട്ട് ചെറിയ പ്രായത്തിൽ അമ്മമാർ തരൂലല്ലോ ഓവൻ യൂസ് ചെയ്യാനായിട്ട്. അങ്ങനെ അതെ. പിന്നെ 7ാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. വീട്ടിലെ കേക്ക്സ് ഇങ്ങനെ പരീക്ഷിക്കും. മാഡത്തിൻ്റെ പ്രോഗ്രാം തന്നെയാണ്. ചോക്ലേറ്റ് കേക്ക്സായിട്ടും ഓരോ കേക്കുകളായിട്ട് ഇങ്ങനെ പരീക്ഷണം തുടങ്ങി. അങ്ങനെ കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ് ബേക്കിങ്ങിലോട്ട് വരണം എന്ന്. കുടുംബത്തിലാരൊക്കെയല്ലേ? ഹസ്ബൻഡ് 2 മക്കളുണ്ട്. മക്കള് 2 പേര്. മൂത്തയാള് 7th പഠിക്കുന്നു, ചെറിയ ആള് 1st സ്റ്റാൻഡേർഡ് പഠിക്കുന്നു. ഹസ്ബൻഡ് PW വർക്ക് ചെയ്യാണ്. എന്തായാലും നൈസ്. ഇതിന്റെ സമയമായി തോന്നുന്നു. അപ്പോൾ നമ്മൾ ചീസ് കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അതെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ ചില്ല് ചെയ്യാൻ വെക്കും. നല്ലോണം ചില്ല് ചെയ്തതിന് ശേഷം നമ്മൾക്ക് അതിൽ ഡെക്കറേഷൻ ചെയ്യാം. ചീസ് കേക്ക് റെഡി അല്ലേ? മോട്ടിച്ചൂർ ചീസ് കേക്ക് ബേക്കായി കിട്ടി. ജസ്റ്റ് ഒന്ന് സെറ്റ് ആവാൻ വെക്കണം അല്ലേ? ചില്ലറിലേക്ക് അതെ മോട്ടിച്ചൂർ. പക്ഷേ ഇത് കൊണ്ടുവന്നത് അല്ലേ? ഓക്കെ. എന്താണ് ബാക്ക് സ്റ്റോറീസ് എന്തെങ്കിലും ഒക്കെ പറയാനുണ്ടെങ്കിൽ നമുക്ക് ബേക്കിങ്ങിലേക്ക് വന്ന എൻ്റെ ഇൻസ്പിറേഷൻ? ബേക്കിങ്ങിന് ഇൻസ്പിറേഷൻ എൻ്റെ അമ്മ തന്നെയാണ്. അമ്മേൻ്റെ ബർത്ത്ഡേ കേക്ക്സ്, ബർത്ത്ഡേ ആവുമ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യും. അത് കണ്ട് വളർന്നതിൻ്റെ ഒരു വെയിറ്റിംഗ് ആണ് ചെറുപ്പം മുതലേ. എൻ്റെ അനിയൻ്റെതും ഏട്ടൻ്റെതും. ഞാൻ ബോൺ ആൻഡ് ബോട്ടപ്പ് ദോഹ. അച്ഛൻ ദോഹയിലായിരുന്നു. അപ്പോൾ ഫാമിലിയൊക്കെ അവിടെ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബർത്ത്ഡേ കേക്ക്സൊക്കെ അമ്മ ഉണ്ടാക്കുക. അപ്പോൾ അന്നത്തെ ബർത്ത്ഡേ കേക്ക്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേക ബട്ടർ ക്രീമിൽ ഉണ്ടാക്കുന്ന ബർത്ത്ഡേ കേക്ക്സ്, വിപ്പിംഗ് ക്രീം, അതും കളേഴ്സൊക്കെ യൂസ് ചെയ്ത് ഡിസൈനും അതൊക്കെ കാണുന്ന സമയത്ത് അത് അമ്മേൻ്റെ തന്നെ ക്രിയേഷനിൽ തന്നെ ചെയ്യുന്നതാണ്. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ വീട്ടിൽ? ബിസിനസ്? അതെ, ഞാൻ വീട്ടിൽ നിന്ന് അങ്ങനെ ഫുൾ ടൈമറല്ല, ഓർഡേഴ്സ് വരുന്ന അനുസരിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കും. എനിക്ക് ഉണ്ടാക്കി ഓരോരുത്തർക്കും കൊടുക്കാനാണ് ഇഷ്ടം. അവരെ കഴിച്ച് അവരെ റിയാക്ഷൻ കാണാനായിട്ട്, അവർ കഴിക്കുന്ന സമയത്ത് അവരൊരു എക്സ്പീരിയൻസ്, ഒരു ഫീൽ ഉണ്ടാവില്ല. എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇനിയിപ്പോൾ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്? ഇത് എക്സ്പാൻഡ് ചെയ്യാനുള്ള പ്ലാൻ ഒക്കെ ഉണ്ടോ ബിസിനസ്? അതെ, എക്സ്പാൻഡ് ചെയ്യണം എന്നാഗ്രഹമുണ്ട്. പിന്നെ 2 മക്കളും, എനിക്ക് അവരെ മറന്നിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം അവരെ എഡ്യൂക്കേഷനിലും ഞാൻ 3 ഇയേഴ്സ് ആയിട്ടുള്ളൂ. കൂടുതൽ ചെയ്യുക, കൂടുതൽ ഉയരങ്ങളിലെത്തട്ടെ. താങ്ക് യു മാം. നമ്മളെ ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്, ചില്ലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം.
ഇത് നടുക്കിലേക്ക് നമ്മൾ കുറച്ച് ലഡു പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ആൽമണ്ട്സ് മേലെ കൂടെ ഗാർണിഷ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചീസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ജഡ്ജസിന് സെർവ് ചെയ്ത് നോക്കാം, എന്താ അവർ പറയുന്നത് നോക്കാം. എൻ്റെ പേര് ഷർമിള എന്നാണ്. ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത്. ഇന്ന് ഫ്യൂഷൻ കേക്ക് റൗണ്ടിൽ ഞാൻ ചെയ്യാൻ പോകുന്ന കേക്കിൻ്റെ പേര് പാഷൻ ഫ്രൂട്ട് ഡ്രസ്ലെച്ചസ് കേക്ക് എന്നാണ്. ട്രോപ്പിക്കൽ ഫ്രൂട്ടായ പാഷൻ ഫ്രൂട്ടും ഒരു മെക്സിക്കൻ ഫ്ലേവറായിട്ടുള്ള ഡ്രസ്ലെച്ചസും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു ഫ്യൂഷൻ കേക്കാണ്. ആദ്യമായിട്ട് നമ്മൾ മുട്ടയാണ് ബീറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 3 കോഴിമുട്ട എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ വാനില പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മളിതിലേക്ക് ഒരു പിഞ്ച് ഓഫ് സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ ലോ സ്പീഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പതുക്കെ അതിൻ്റെ സ്പീഡ് കൂട്ടിക്കൊണ്ടുപോവുക ചെയ്യുന്നത്. കുറച്ചൊന്ന് ഫ്ലഫി ആയതിന് ശേഷം നമ്മളിതിലേക്ക് 125 ഗ്രാം മെഷർ ചെയ്തിട്ട് വെച്ചിരിക്കുന്ന ഷുഗറാണ്, പൊടിക്കാത്ത പഞ്ചസാരയാണ്, ആഡ് ചെയ്യുവാണ്. കുറച്ചായിട്ട് ആഡ് ചെയ്യുവാണ്. നമ്മളിപ്പം കുറച്ചായിട്ട് ഷുഗർ ആഡ് ചെയ്ത് ഇത് കംപ്ലീറ്റ് ഷുഗർ നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞു. ഇതിന് നന്നായിട്ട് ഷുഗറും ഇത് മുട്ടയുമായിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്ത് വരണം. ഇത് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആയിട്ടില്ല. നമ്മളിതിലേക്ക് ഒരു 60 ml മിൽക്ക് ആഡ് ചെയ്യുവാണ്. പിന്നെ നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ മിൽക്ക് ആഡ് ചെയ്യും. ഇപ്പം മുട്ടയും ഇതൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്, പഞ്ചസാരയായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഇനി 60 ml ഓയിലാണ് ആഡ് ചെയ്യുന്നത്. അത് സ്ലോ സ്പീഡിലിട്ടിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ചേർക്കും. ഇപ്പോൾ ഓയിലുമായിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ അരിച്ച് വെച്ചേക്കുന്ന മൈദ, ബേക്കിംഗ് പൗഡർ, വാനില പൗഡർ കുറച്ച്, ഇതെല്ലാം കൂടെ നമ്മൾ ഇതിനകത്തേക്ക് കമ്പൈൻ ചെയ്ത് മിക്സ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ കുറച്ചായിട്ട് ഇതിനകത്തേക്ക് സീവ് ചെയ്ത് ചേർക്കുക ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ബാറ്റർ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിനൊരു 7 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ്. നമ്മൾ ബാറ്റർ ഇതിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇതിൻ്റെ എയർ ബബിൾസ് ഒന്ന് പോകാനായിട്ട് നമ്മളൊന്ന് അടിയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. 170 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത അവനിലേക്ക് നമ്മളിത് വെച്ച് ബേക്ക് ചെയ്യുകയാണ്. ഇനി നമ്മൾ ഡ്രസ്ലെച്ചസ് കേക്കിന് വേണ്ടിയിട്ടുള്ള സോക്കിംഗ് ആയിട്ടുള്ള മിൽക്ക് തയ്യാറാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക്, നോർമൽ മിൽക്ക്, പിന്നെ ഫ്രഷ് ക്രീമാണ് എടുത്തേക്കുന്നത്. ഇത് നമ്മൾ ഒരു 1/2 കപ്പ് നോർമൽ മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ 1/3 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീമാണ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. അതിപ്പോൾ ക്രീമിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഒത്തിരി തിക്കായി കഴിഞ്ഞാൽ കേക്കിലേക്ക് ഈ മിൽക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് ഒത്തിരി ടൈം എടുക്കും. അപ്പോൾ കുറച്ച് ലൂസായിട്ടിരുന്ന് കഴിഞ്ഞാൽ ബെറ്ററായിട്ട് ആഡായി കിട്ടും. പിന്നെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. ഇതിപ്പോൾ ഓവൻ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഓവനിലോട്ട് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം 30 മിനിറ്റ്സ്. ഇനി നമ്മൾ അടുത്തായിട്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ കേർഡാണ് ഉണ്ടാക്കുന്നത്. അതാണ് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 1/3 കപ്പ് പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പാണ് എടുത്തേക്കുന്നത്. അത് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 125 ml വാട്ടർ ആഡ് ചെയ്യുകയാണ്. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുകയാണ്. ഇനി നമുക്കിതിനെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ബോയിലായിട്ട് ഇതിൻ്റെ സത്തൊക്കെ നമുക്കിതൊന്ന് കുറച്ചൊന്ന് റെഡ്യൂസ് ആക്കി എടുക്കണം. ഈ 1/2 കപ്പ് വെള്ളം ഒഴിച്ചതിന് നമുക്ക് കുറച്ചൊന്ന് റെഡ്യൂസ് ആക്കിയതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഒരു സ്ലറി, കോൺഫ്ലോറിൻ്റെ ഒരു സ്ലറി ചേർത്ത്
തിക്കാക്കി എടുക്കുന്നത്. അത് നമുക്ക് കേർഡിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്തെടുക്കുക. നമ്മുടെ പാഷൻ ഫ്രൂട്ട് ഇപ്പോൾ അതിൻ്റെ സത്തെല്ലാം നന്നായിട്ട് ഇറങ്ങി ജ്യൂസ് കുറച്ചൊന്ന് റെഡ്യൂസ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു സീവിലൂടെ അരിച്ചിട്ട് ഇതിൻ്റെ ഈ കുരുവൊക്കെ ഒന്ന് മാറ്റി എടുക്കാം. കുറച്ച് എമൗണ്ട് ഞാൻ ഇതിലൊന്ന് ആദ്യം നമ്മൾ തിളപ്പിച്ചതിലൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ലാസ്റ്റിൽ ഡെക്കറേഷൻ പാർട്ടിൽ അതിൻ്റെ മേളിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിനി പാഷൻ ഫ്രൂട്ടിൻ്റെ കേർഡ് ഉണ്ടാക്കുകയാണ്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ജ്യൂസ്, ആ ജ്യൂസിലേക്ക് ഒരു മുട്ടയുടെ മഞ്ഞയാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്കിതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ജ്യൂസിനൊട്ടും ചൂട് പാടില്ല. ജ്യൂസിന് ചൂടുണ്ടെങ്കിൽ നമ്മുടെ മുട്ട ഇതിനകത്ത് കുക്കായിട്ട് വല്ലാണ്ടങ്ങ് ഇതായി പോവും, പിരിഞ്ഞ പോലെ കിടക്കും. അപ്പം ചൂടാറിയതിന് ശേഷം മുട്ടയുടെ മഞ്ഞ നന്നായിട്ട് ചേർക്കുക. മുട്ടയുടെ മഞ്ഞക്കരുവും ജ്യൂസുമായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബൗള് അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്ത് ഒന്ന് കുക്ക് ചെയ്യാം. ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ മുട്ട ആയതുകൊണ്ട് ചിലപ്പോൾ അത് ഒരു വെന്ത പോലെ നമുക്ക് ആ ടെക്സ്ചർ മാറിപ്പോവും. അതുകൊണ്ട് കുറച്ചൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ കോൺഫ്ലോറിൻ്റെ ആ സ്ലറി ഒഴിച്ചു കൊടുക്കുക. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം. ഇല്ലെങ്കിൽ അത് വല്ലാണ്ട് കട്ട പിടിച്ചു പോവും. ഇതിനൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഹലോ ഷർമിള. ഹലോ മാം. ഡബിൾ ബോയിലിംഗ് എന്താണ്? പാഷൻ ഫ്രൂട്ടിൻ്റെ കേർഡാണ്. ഓക്കെ. പാഷൻ ഫ്രൂട്ടും എഗ് യോക്കും നമ്മൾ ആവശ്യത്തിന് ഷുഗറും ചേർത്തിട്ട് മിക്സ് ആക്കിയതിന് ശേഷം കോൺഫ്ലോറിൻ്റെ സ്ലറി വെച്ച് തിക്കാക്കുകയാണ്. നൈസ്. അപ്പോൾ എന്ത് കേക്കാണ് ഇന്നത്തെ ഫ്യൂഷൻ? ട്രസ്ലച്ചസ് പാഷൻ ഫ്രൂട്ട് കേക്കാണ്. വാവ്. നമ്മുടെ ട്രസ്ലച്ചസ് മിൽക്ക് കേക്ക് ആണല്ലോ. അതെ അതെ. ഓക്കെ. അത് വരുമ്പോൾ ഒരു ടാങ്കി ഫ്ലേവറും കൂടി കിട്ടും. അതെ. ഓക്കെ. അപ്പോൾ ട്രോപ്പിക്കൽ ഫുഡും ഒരു മെക്സിക്കൻ ട്രസ്ലച്ചസും കൂടെയാണ് വരുന്നത്. ഓക്കെ. നൈസ് തോട്ട്. ഒരു ഐഡിയ അല്ലേ? നല്ലതായിട്ട് ക്രിയേറ്റീവായി. ഓക്കെ, ഗുഡ്. എന്തായാലും കുനാഫയിൽ നിന്നൊരു മോചനം. ഞങ്ങൾ കുനാഫ കേക്ക് കഴിച്ച് ഒരു വഴിക്കായി. എല്ലാത്തിലും അവർ പല ആൾക്കാരും കുനാഫ കുറേ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു മാറി ചിന്തിച്ചതിൽ സന്തോഷം. താങ്ക് യു. ഓക്കെ. ട്രിവാൻഡ്രം അല്ലേ? അതെ. അപ്പോൾ എത്ര നാളായി ഹോം ബേക്കിംഗ്? ഞാൻ 5 years ആയി. നല്ല വർക്ക് ഉണ്ടോ? കൊടുക്കുന്നു. എന്താ എൻ്റെ പേര്? ബേക്സ് ബൈ ഇവാന എന്നാണ്. ബേക്സ് ബൈ ഇവാന. ഇവാന മകളാണോ? അതെ അതെ, മകളാണ് ഇവ. ഓക്കെ. അവളുടെ വീട്ടിലെ പേരും പുറത്തുള്ള പേരും കൂടെ ചേർത്തിട്ട് ഇവാന ആക്കിയതാണ്. വെരി ഗുഡ്. ഓക്കെ, അപ്പം നടക്കട്ടെ. ഓക്കെ. ഓക്കെ. നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ്, അതായത് നമ്മുടെ പാഷൻ ഫ്രൂട്ട് കേർഡ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഇത് 250 ml വിപ്പിംഗ് ക്രീമാണ്. നന്നായിട്ട് സ്റ്റിഫ് ബീറ്റ് ആവുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ടോപ്പ് പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. പാഷൻ ഫ്രൂട്ട് ട്രസ്ലച്ചസ് പാഷൻ ഫ്രൂട്ട് ട്രസ്ലച്ചസ് കേക്കാണ്. അപ്പോൾ ഒരു ഫ്യൂഷനായിട്ട് വരുന്നത് നമ്മുടെ കേരള ട്രോപ്പിക്കൽ ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട്. അതും ഒരു മെക്സിക്കൻ ഡെസേർട്ട് ഐറ്റമായിട്ട് വരുന്നതാണ് ട്രസ്ലച്ചസ്. അപ്പോൾ അത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്തിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ അതിൻ്റെ നല്ല ഫിനിഷിംഗ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലെയറിങ്ങിൽ നമ്മൾ ക്രീമും പാഷൻ ഫ്രൂട്ടിൻ്റെ കേർഡും പിന്നെ കുറച്ച് ചോക്കോ ചിപ്സും കൂടെ ഒരു ക്രഞ്ചിനെസ്സിന് വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഈ ഹോം ബേക്കറായിട്ട് എത്ര വർഷമായി? ഞാൻ 2019 സ്റ്റാർട്ട് ചെയ്തത്. കോവിഡ് തുടങ്ങുന്നതിന് മുന്നേ അത് കഴിഞ്ഞിട്ട് ഒരു വലിയൊരു ഒരു ബൂം വന്നായിരുന്നു. അപ്പൊ അതിന് മുന്നേ ഫുൾ ടൈം ഇത് തന്നെയല്ലേ ചെയ്യണം? അതെ അതെ, ഞാൻ വേറെ വർക്ക് ചെയ്യുന്നില്ല, ഇത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും സ്ട്രോങ് പോയിന്റ് എവിടെയാണ്? ബേക്കിങ്ങിൽ ഏറ്റവും നല്ലതായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഡിമാൻഡുള്ള
ജനറലി കേക്ക്സ് തന്നെയാണോ? അതെ അതെ, കേക്ക്സ് ആണ് കൂടുതലും അതായത് വരുന്നത്. നമ്മുടെ ഇത് USP, നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഐറ്റം ഏതാണ്? അത് ഹണി കേക്ക്, റഷ്യൻ ഹണി കേക്ക് നല്ലതാണ്. പിന്നെ ഉള്ളതൊരു ചോക്ലേറ്റ് ഫഡ്ജ് കേക്ക് ഉണ്ട്, അത് നല്ലതാണ്. പിന്നെ ഉള്ള ഫ്രൂട്ട് ഫ്ലേവേഴ്സ് ഒക്കെ നന്നായിട്ട് മൂവ് ചെയ്യുന്നതാണ്. സ്ട്രോബെറിയുടെ എല്ലാം കോമ്പോട്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതെ അതെ. പിന്നെ ലെമൺ റെയറായിട്ട് ലെമണിൻ്റെ ഒക്കെ ചോദിക്കാറുണ്ട്. ലെമൺ ഫ്രൂട്ടിന് ഒരു ഇഷ്ടമുള്ള ആൾക്കാർ അങ്ങനെയും ചോദിച്ചു അതെ അതെ മേടിക്കാറുണ്ട്. അതെ. എന്തായാലും നന്നായി ചെയ്ത് ഫിനിഷ് ചെയ്യാം. ശരി. നമ്മളിനി കേക്ക് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം ബോർഡിൽ കുറച്ച് ക്രീം ആക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ കേക്ക് വെക്കുന്നു. മൊത്തം 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്. അധികം ക്രീം കയറാതിരിക്കാൻ വേണ്ടി 2 ലെയറായിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ട്രസ്ലച്ചസിൻ്റെ സിറപ്പാണ് ആഡ് ചെയ്യുന്നത്. നന്നായിട്ട് സോക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് ക്രീം ആഡ് ചെയ്തിട്ട് വളരെ കുറച്ച് ക്രീമേ സ്പ്രെഡ് ചെയ്യുന്നുള്ളൂ. നമുക്കകത്ത് ഫില്ലിങ് കൊടുക്കാനുള്ളതുകൊണ്ട് വളരെ കുറച്ചായിട്ട് ക്രീം ആഡ് ചെയ്യുന്നുള്ളൂ. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പാഷൻ ഫ്രൂട്ടിൻ്റെ കേർഡാണ്. ജസ്റ്റ് ഒരു ക്രഞ്ചിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചോക്കോ ചിപ്സ് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ അടുത്ത ലെയർ വെച്ചിട്ട് ഫിനിഷ് ചെയ്യുകയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്യുക ചെയ്യുന്നത്. ഫുൾ ഫിനിഷിംഗ് ഒന്നും ചെയ്യുന്നില്ല, സെമി നേക്കഡ് കേക്കായിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ കേർഡിലേക്ക് കുറച്ച് ജ്യൂസ്, നമ്മളെടുത്തതിൻ്റെ കുറച്ച് ജ്യൂസ് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കുകയാണ്. നമ്മളതിൻ്റെ മുകളിൽ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ നേരത്തെ കുറച്ച് പാഷൻ ഫ്രൂട്ടിൻ്റെ സീഡ്സ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ പാഷൻ ഫ്രൂട്ട് ട്രസ്ലച്ചസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് പ്രസൻറ്റ് ചെയ്യാം. ഹായ്, ഞാൻ റുബീന, പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് നിന്ന് വരുന്നു. ഇന്നത്തെ ഫ്യൂഷൻ റൗണ്ടിൽ ഞാനൊരു ഓൾഡ് സ്റ്റൈലിലൊരു ബണ്ട് കേക്ക് വിത്ത് കോക്കനട്ട് ഗ്ലേസാണ് ചെയ്യുന്നത്. അതേ നമുക്ക് ഈ ബട്ടർ ഒന്ന് സ്മൂത്താക്കി എടുക്കണം. സ്മൂത്താക്കിയ ബട്ടറിലേക്ക് നമുക്കൊരു 65 ഗ്രാം ഷുഗറും കൂടെ ചേർത്ത് ഒന്നും കൂടെ ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കണം. 125 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്കാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യം വരുന്നത്. നന്നായി ഒന്ന് ബീറ്റ് ചെയ്യാം. നമുക്കിതിലേക്ക് എഗ്ഗ് യോക്കും കൂടെ ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഫൈനലി നമുക്ക് ഇതിലേക്ക് ഒരു 1 ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർക്കാം. അപ്പം നമുക്ക് ഈ എഗ് യോക്കിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട ഫ്ലോർ നമുക്കൊന്ന് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർത്തൊന്ന് സേവ് ചെയ്തെടുക്കാം. 250 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് സോൾട്ടും കൂടെ ചേർത്ത് വിസ്ക് വെച്ച് നന്നായി മിക്സ് ചെയ്താലും മതി. സേവ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലോർ നമ്മുടെ
എഗ് യോക്കിൻ്റെ മിക്സിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. കുറേശ്ശെയായിട്ട് ഒരു 3-4 പാർട്ടായിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഫ്ലോറിട്ട് കുറേശ്ശെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ ഈ ഫ്ലോറും എഗ് യോക്കും കൂടെയുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നെക്സ്റ്റ് ആയിട്ട് വേണ്ടത് എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ ഒരു മിക്സും കൂടെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. 4 എഗ്ഗിൻ്റെ വൈറ്റ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര നമുക്ക് ഇതൊന്ന് ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ക്രീമി ടെക്സ്ചറിൽ നമ്മൾ എഗ് വൈറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും മതി. നമുക്കിതിന് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള എഗ് യോക്കിൻ്റെ ബാറ്റർ, ഫ്ലോറും എഗ് യോക്കും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബാറ്ററിക്ക് ഇത് ചേർത്ത് മിക്സ് ചെയ്യാം. കുറേശ്ശെ ഇട്ടിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ബീറ്റ് ചെയ്യല്ല, നമ്മൾ കുറേശ്ശെ ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. നോർമൽ ഐസിങ് കേക്കിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. ഇതിൻ്റെ ബാറ്റർ കുറച്ച് തിക്കായിട്ടാണ് വരിക. ഇനി നമുക്കിതിൽ ബൺ കേക്കിൽ നമ്മളിപ്പോൾ ഒരു ഫ്യൂഷൻ കൊണ്ടുവന്നിരിക്കുന്നത് കോക്കനട്ടും കൂടെ ചേർത്തിട്ടാണ്. അപ്പം ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കോക്കനട്ട് മിൽക്കും കൂടെ ഒരു 2 ടീസ്പൂൺ ഒക്കെ ചേർത്താൽ മതി. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പാനിലൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കണം. ഈ കേക്കിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ ഈ ഒരു പാനിൽ തന്നെയാണ് നമ്മൾ ബണ്ട് കേക്ക് എന്ന് പറയുമ്പം ഈ ഒരു പാനിലായിരിക്കണം. അതാണ് അതിൻ്റെ ഒരു ഒതൻറ്റിക് സ്റ്റൈല്. ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മൈദ ഒന്ന് കോട്ട് ചെയ്തിടാം. ഫ്ലോർ ഒന്ന് മൊത്തം കോട്ട് ചെയ്തിടണേ. ഓയിൽ സ്പ്രെഡ് ചെയ്ത് നമ്മൾ ഫ്ലോർ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്ന് ഒരു പകുതി പോർഷൻ നമുക്ക് ഈ മോഡലിലേക്ക് ഇട്ട് കൊടുക്കാം. തിക്ക് ബാറ്റർ ആയിരിക്കും. പകുതി പോർഷൻ നമ്മളിതിലിട്ടിട്ടുണ്ട്. നമുക്കിതിൽ നട്ട്സോ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സോ അങ്ങനെ എന്താണെങ്കിലും നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ബണ്ട് കേക്കിൽ മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഞാൻ ഇവിടെ കുറച്ച് ബ്ലൂബെറി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് നമ്മൾ ജസ്റ്റ് ഒരു ഫില്ലിംഗ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാട് ക്രീമൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു കേക്കും കൂടെയാണ് കേട്ടോ. ബാക്കിയുള്ളതും കൂടെ ഇതിൻ്റെ മുകളിലിട്ടിട്ട് ഇതൊന്ന് ഫുള്ളായി സ്പ്രെഡ് ചെയ്ത് ഒരേ ലെവലാക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബാറ്ററും പാനും എല്ലാം റെഡി ആയിട്ടുണ്ട്. ബേക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. 160 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമുക്കിത് വെച്ച് 35 to 40 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് ബേക്കായി കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഗാർണിഷ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. കുറച്ച് പിസ്ത ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അടുത്തത് ഈ പാനിൽ നമുക്ക് റോസ് പെറ്റൽസ് ആണ്, ഡ്രൈഡ് റോസ് പെറ്റൽസ് ആണ്. നമുക്ക് ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഗോൾഡൻ
കളറിൽ നമ്മൾ ഇത് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്കിലേക്ക് വേണ്ട ഗ്ലേസ് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 130 ഗ്രാം പൗഡർ ഷുഗർ എടുത്തിട്ടുണ്ട്. 1 കപ്പ് കോക്കനട്ട് മിൽക്ക്, നമ്മുടെ ഫ്യൂഷൻ്റെ മെയിൻ പാർട്ടാണ് കോക്കനട്ട് മിൽക്ക്. ഇതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് മുമ്പ് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ്, ഒരു പിഞ്ച് സോൾട്ടും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ കോക്കനട്ട് മിൽക്ക് നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇത് നമ്മൾ കുറേശ്ശെയായിട്ട് ഒരു 3-4 പാർട്ടായിട്ട് വേണം ചേർക്കാനായിട്ട്. ഒട്ടും കട്ടയൊന്നുമില്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ കേക്കിലേക്ക് വേണ്ട ഗ്ലേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ടോപ്പിംഗ് ആയിട്ട് വരിക. ഒറ്റപ്പാലത്തുനിന്ന് ട്രിവാൻഡ്രം എത്തി. ഫസ്റ്റ് ടൈം ആണോ ട്രിവാൻഡ്രം വരുന്നത്? ട്രിവാൻഡ്രം ഫസ്റ്റ് ടൈം അല്ല, ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ ഇതിന് മുന്നേ പോയിട്ടില്ല? പോയിട്ടുണ്ട്. നമ്മൾ കേക്കിന്റെയും ബിരിയാണിയുടെയും പായസത്തിന്റെ ഒക്കെ. എന്തിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്? ഹോം ബേക്കർ ആണോ അതോ ഹോം കുക്ക്, ഐ മീൻ ഷെഫ് ആണോ? അങ്ങനെ കുക്കിംഗ് ഒരു പാഷൻ, അതിലെല്ലാം വരും. അപ്പം നമ്മള് ഒരു ഹോം ഷെഫ് ആയിട്ടാണോ അപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നത്? അല്ല, സെയിൽ ചെയ്യുന്നത് ഡിസേർട്ട് ഐറ്റംസ്. ഡിസേർട്ട്സിൽ കുറച്ച് എക്സ്പെർട്ടീസ് കൂടുതലായിരിക്കും. നമ്മൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിലൊക്കെ എന്തൊക്കെയാണ്? വാട്ട് ആർ യുവർ സ്പെഷ്യാലിറ്റീസ്? ഗുലാബ് ജാമുൻ വരുന്നുണ്ട്, വെറൈറ്റി ഓഫ് പുഡിങ്സ് വരുന്നുണ്ട്, പിന്നെ ക്യാരറ്റ് ഹൽവ, കുനാഫ, ബ്രൗണീസ്. പുഡിങ്സ് ഏതൊക്കെയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്? കൂടുതൽ അവർ ആവശ്യപ്പെടുന്നത് കോക്കനട്ടിൻ്റെ തന്നെയാണ്. ടെൻഡർ കോക്കനട്ട് സൂഫ്ലെ ആയിട്ടും വരുന്നുണ്ട്, പുഡിംഗ് പീസസ് ആയിട്ടും കൊടുക്കാറുണ്ട്. കട്ട് ചെയ്തെടുക്കാം, ബൗളിൽ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളെല്ലാം നന്നായി പോകണം. അപ്പോൾ ഈ റൗണ്ടിനെ കുറിച്ച് നല്ല അഭിപ്രായമാണോ? ഫ്യൂഷൻ നല്ല റൗണ്ടായിരുന്നു. നമുക്കൊന്ന് മാറി ചിന്തിക്കാൻ ഒരു അവസരമാണ്. വെരി ഗുഡ്. അപ്പോൾ എന്താണ് മാറി ചിന്തിച്ചിരിക്കുന്നത്? എനിക്ക് തോന്നിയത് എല്ലാവരും ക്രീം ബേസ് ആയിട്ടുള്ളതായിരിക്കും എടുക്കുക എന്ന് തോന്നി. അപ്പോൾ അതിനൊരു വെറൈറ്റി ആയിട്ടൊരു ബണ്ട് കേക്കാണ് ഞാൻ അതിൽ ഫ്യൂഷനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കോക്കനട്ട് മിൽക്ക്. നമ്മുടെ ഒരു മിൽക്കും കോക്കനട്ട് മിൽക്കിന്റെ ഗ്ലേസ് ആണ്. അപ്പം അത് ഫ്ലേവർ എന്താ വരിക? അപ്പോൾ കേക്ക് വാനിലയാണ്, ബേസിക് ഫ്ലേവർ വാനിലയാണ്. വേറെ ഞാൻ പിന്നെ ഒരു ജസ്റ്റ് ഫില്ലിങ് പോലെ ബ്ലൂബെറീസ് മാത്രം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റോസ് പെറ്റൽസ് കാണുന്നുണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അതും റോസ്റ്റഡ് ഡെസിക്കേറ്റഡ്. അപ്പോൾ ഈ കേക്കിന് അപ്പോൾ നമുക്കൊരു കോക്കനട്ട് ഫ്ലേവർ കിട്ടുമോ? ഇതിൽ വരുന്നുണ്ട് കോക്കനട്ടിന്റെ ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടെ അതിൽ വരുന്നുണ്ട്. ആ ഒരു ബാറ്ററിലുണ്ടോ? ബാറ്ററിൽ വരുന്നുണ്ട്. അതാ ഞാൻ ചോദിച്ചത്. വാനില പ്ലസ് വാനില കോക്കനട്ടും കൂടെ. അപ്പോൾ എന്താണ് അപ്പോൾ വാട്ട് ഈസ് ദ എന്താ പറയുക ഫ്യൂഷൻ ഏതൊക്കെയാണ്? അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഈ ബണ്ട് കേക്ക് എന്ന് പറയുമ്പോൾ നമുക്കൊരു വെസ്റ്റേൺ, അതെ, അതിന്റെ കൂടെ നമുക്ക് ഈ ഒരു കോക്കനട്ട് മിൽക്കും കൂടെ വരുമ്പോൾ പ്ലസ് കേരള എന്ന് പറയുക കൂടുതൽ ബെറ്റർ തോന്നുന്നു. കേരള എന്ന് പറയാനുണ്ടോ? കാര്യം അത് ഏഷ്യൻ കൺട്രീസിൽ പലർക്കും കോക്കനട്ട് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. തായ്ലൻഡിലാണെങ്കിലും കോക്കനട്ട് ഒരു ഫ്ലേവറാണ്. നമ്മുടേതായ ഒരു കൾച്ചറിലേക്ക് കൊണ്ടുവരാൻ മിക്സിംഗ് നോക്കാം. എന്തായാലും ഹാപ്പി അല്ലേ ഇതുവരെ ഉള്ളത്? ഡിമോൾഡ് ചെയ്യുന്ന സ്റ്റേജിലേക്ക് എത്തി. ഓക്കെ, നൈസ്. നമ്മുടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കണ്ടേ? അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കുറച്ച് കോക്കനട്ട് മിൽക്ക്, പ്ലെയിൻ കോക്കനട്ട് മിൽക്കാണ്. ഇതൊന്ന് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ജസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗ്ലേസ് ഒഴിച്ചു കൊടുക്കാം. ഫൈനലി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോക്കനട്ടാണ്, ഡെസിക്കേറ്റഡ് കോക്കനട്ട്. അതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പിസ്തയാണ്. റോസ് പെറ്റൽസാണ്. ബെറീസും കൂടെ ഒന്ന് വെച്ച് അപ്പം നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇത് എന്താ പറയുക, സാധാരണ ഐസിങ് കേക്ക് നേരത്തെ പറഞ്ഞ പോലെ സാധാരണ ഐസിങ് കേക്കിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ളൊരു കേക്കാണ്.
ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഗാർണിഷും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് മാറ്റിയെടുക്കാം. ഗ്ലേസ് ആയിട്ട് തന്നെ കിട്ടിയോ? ഗ്ലേസായിട്ട് കിട്ടി, പക്ഷെ നമ്മുടെ സ്പഞ്ച് വല്ലാതെ അങ്ങോട്ട് ചൂടാറിയിട്ടുണ്ടായിരുന്നില്ല. ഇല്ല, അതുകൊണ്ട് കുറച്ചൊരു അതുകൊണ്ടാണ് അത് മെൽറ്റായി പോയോ എന്ന് സംശയം. ഓക്കെ, ഇനി കുഴപ്പമില്ല അല്ലേ? ആ ഇൻഫ്യൂസ്ഡ് ആണല്ലോ, എന്തായാലും ആ കോക്കനട്ട് ഫ്ലേവർ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടാവുമല്ലോ. ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് തണുപ്പിച്ചിട്ടൊക്കെ ചെയ്തില്ലെങ്കിൽ കുറച്ച് പണിയാണ് അല്ലേ? ഇത് ബിസിനസ്സായിട്ട് ചെയ്യണമുണ്ടല്ലോ അല്ലേ? ഹോം ബേക്കിംഗ്. കേക്ക്സ് മാത്രമാണോ വേറെ അല്ല, നമ്മൾ ഡിസേർട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഡിസേർട്ട്സിലാണ് പറഞ്ഞത്. ആരൊക്കെ ഫംഗ്ഷൻസിനൊക്കെ കൊടുക്കാറുണ്ട്. വീട്ടിലാരൊക്കെയാ ഉള്ളത്? ഇപ്പം ഞാനും കാക്കി മാത്രമേ മാത്രമേ ഉള്ളൂ. മക്കളൊക്കെ അബ്രോഡാണ്. കല്യാണം എത്ര കുട്ടികൾ? 3 പേരാണ്. ഓക്കെ. മോന് അങ്ങനെയാണോ? 3 പെൺകുട്ടികൾ. ഓ, 3 ഗേൾസ്. എല്ലാവരും എവിടേക്കാ? അവിടെ അടുത്ത് തന്നെ കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പുറത്താണ് ഇപ്പോൾ പുറത്താണ്. വലിയ മോളും ചെറിയ മോളും ഇപ്പോൾ ദുബൈയിലുണ്ട്. രണ്ടാമത്തെ മോള് ബഹ്റൈനിലുണ്ട്. അവർക്കൊക്കെ അമ്മയുടെ ഈ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടോ? നന്നായി ചെയ്യും. വലിയ മോള് ഫുഡ് ഇൻഫ്ലുവൻസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവള് അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊമോഷൻ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ദുബായിൽ ഇപ്പോൾ പോയിട്ടുണ്ട്. ബേക്കിങ്ങിലേക്ക് ആരെങ്കിലും തിരിഞ്ഞിട്ടുണ്ടോ? കുക്കിങ്ങും ബേക്കിംഗ് അവള് ചെയ്യും. പക്ഷെ അവൾക്ക് ഇപ്പം ഈ ഒരു ഇത് ചെയ്ത് കൊടുക്കാനൊന്നും സമയമില്ല. ഫുള്ള് പുറത്ത് പോവുക, ഷൂട്ടിങ്. ഇതാണോ പിന്നെ കോണ്ടന്റ് ക്രിയേറ്റർ ആണോ? ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഒക്കെ ഉണ്ടോ? വാവ്, നൈസ്. കൊള്ളാല്ലേ? അടിപൊളി. ഓക്കെ. അമ്മയും ഒട്ടും മോശമല്ല, കറക്റ്റായിട്ട് ഫോർ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ഓക്കെ. കൃഷ്ണ, അങ്ങനെ നമ്മളുടെ ഫിഫ്ത്ത് റൗണ്ട് പ്രിലിംസിലെ 5ാമത്തെ റൗണ്ടിൽ നിൽക്കുന്ന ഒരു സന്തോഷമൊക്കെ ഉണ്ടല്ലോ അല്ലേ? എല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. ദാറ്റ് ഈസ് ഫിനിഷ്ഡ് പ്രോഡക്റ്റുമായിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. എല്ലാവരും വിചാരിച്ച പോലെ തന്നെ സക്സസ്ഫുള്ളി ചെയ്യാൻ പറ്റിയെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. ഓക്കെ, അത് കാണുന്നുണ്ട്. ചിരിച്ചോളൂ. അപ്പോൾ നമുക്ക് വിളിച്ചു തുടങ്ങാം. ഓക്കെ. ഫസ്റ്റ് ആള് ഷാർമിള മനോജ്. Baking queen, Passion fruit. അതെ. baking queen, baking queen. ആൻഡ് ട്രസ്ലെച്ചസ്. അതെ. കണ്ടിട്ടുള്ളൂ അല്ലേ? ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴും നല്ലതായിട്ട് തോന്നി. ആൻഡ് യു ആർ കോൺഫിഡൻറ്റ്. ഓക്കെ ആയി വന്നു. ഫിനിഷിംഗ് ഒക്കെ കാണാൻ നല്ല രസമായിരുന്നു അല്ലേ? നന്നായിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇവരെല്ലാം നല്ല സീസൺഡ് ബേക്കേഴ്സാണ്. കുറേ നാളുകളായിട്ട് ചെയ്യുന്ന ആൾക്കാർ. ഞങ്ങൾക്ക് കട്ട് ചെയ്ത് തരുമോ? തീർച്ചയായിട്ടും. Perfect cutting. Yeah, looking very professional. അതെ അതെ. നന്നായിട്ടുണ്ട് കേട്ടോ. കാഴ്ചയിലും ആ ഒരു പ്രസൻറ്റേഷൻ ലെയർ കറക്റ്റ്, ഒന്നും പൊട്ടാണ്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നൈസ്, നോ, വെരി നൈസ്. നമ്മളൊരു ബേക്കറിയിലൊക്കെ പോയി വാങ്ങുമ്പോൾ കിട്ടുന്ന അല്ലേ ഇത് ഒരു പീസിൽ ഒതുങ്ങില്ല മിക്കവാറും കണ്ടിട്ട്. യെസ്, എൻ്റെ കട്ടിങ് ഒന്നും ശരിയല്ല. യമ്മി. ആ വൈറ്റ് ചോക്ലേറ്റ് ഇട്ടിട്ടുണ്ട് അല്ലേ? ക്രഞ്ചിനെസ്സിന് വേണ്ടിയിട്ട് ആ ക്രഞ്ചിനെസ് ഉണ്ട്, ആ ഒരു ടാങ്കി ഫ്ലേവർ, പാഷൻ ഫ്രൂട്ട്. അയ്യോ, കൃഷ്ണ പറഞ്ഞത് വളരെ ശരിയാണ്. ഒരു പ്രാവശ്യം കൂടി എടുക്കാൻ പോകുന്നു. ഓക്കെ. പാഷൻ ഫ്രൂട്ടിന്റെ മുകളിൽ ഡ്രസ്സിങ് നന്നായിട്ട്. പക്ഷെ എനിക്ക് തോന്നിയത് ഒരു കാര്യം പറയാം, ഏറ്റവും താഴത്തെ ലെയറിലൊന്നും മിൽക്ക് സോക്കായിട്ടില്ല. ട്രസ്ലെച്ചസിന്റെ ഫുൾ ആയിട്ടില്ല. കാര്യം അതിങ്ങനെ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റില്ല. അത്രയും സോക്കായാലും ഡിഫിക്കൽട്ട്.
ഓക്കെ, താങ്ക് യു കേട്ടോ, ഇഷ്ടമായി. അടുത്ത് റുബീന പാലക്കാട്. Baking queen, baking queen, baking queen, baking queen. റുബീനയുടേത് എല്ലാം സെറ്റ് ഗോ. നല്ല ഹെവി കേക്ക് അല്ലേ? കുറച്ചുണ്ട് ബൺ കേക്ക് ആയതുകൊണ്ട്. ഇത് കുറച്ച് യെസ്, ഓക്കെ, കട്ട് ചെയ്ത് തരാം. It's a coconut glaze. Coconut glaze. അകത്ത് എന്താണല്ലേ? ക്രാൻബെറി ബെറീസ് ഉണ്ട്. ബെറീസ്. ഓക്കെ. വെരി നൈസ്. ആ ബെറീസിൻ്റെ ഒരു ചെറിയൊരു ടാങ്കിനെസ് ഉണ്ട്. The coconut flavor is coming out. Too good. എന്ത് ചെയ്യുന്നു? ബാറ്ററിലും കോക്കനട്ട് ഉണ്ട്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൊടുത്തിട്ടുണ്ട്, ബാറ്ററിൽ കൊടുത്തിട്ടുണ്ട്. ബാറ്ററിലും ഉണ്ട്. That's nice. And the cake is also very spongy and spongy. ബെറീസ് നന്നായിട്ട് മാച്ച് ചെയ്ത് പോകുന്നു. അറ്റാക്ക് ഉണ്ടല്ലോ, ഞങ്ങൾ കഴിക്കുന്നതാണ് മനസ്സിലാവുന്നില്ലേ? വി ആർ എൻജോയിങ് ആക്ച്വലി. വെരി നൈസ്, വെരി ഫ്രഷ്. എന്ത് ചെയ്യും ദൈവമേ, എല്ലാവരും കൂടി ഇങ്ങനെ. അല്ല, നമ്മൾ ആ സെലക്ഷൻ അങ്ങനെ എടുത്തത് നന്നായി കേട്ടോ. സെലക്ഷൻ അങ്ങനെ എടുത്തത് നന്നായി. ഗുഡ്. ദ ബെസ്റ്റ് ആയിട്ടുള്ളവർ വരണം എന്നാണ്. എന്ത് ചെയ്യും? ഓക്കെ, ഇനി മൂന്നാമത്തെ ആളെ വിളിക്കാം. മൂന്നാമത്തെ ആളെ സൈക്കുനിസ. Baking queen, baking queen, baking queen, baking queen. Wow. Soft, very chiffon cake. Pandan flavor കോക്കനട്ട് whipped. with കോക്കനട്ട് coconut whipped cream. ഒരു കോക്കനട്ട് ഫ്ലേവർ കഴിഞ്ഞു, അത് പക്ഷേ ഗ്ലേസ് ആയിരുന്നു. വേറെ ക്രീമിലാണ്. യെസ്, ദിസ് ഇസ് ക്രീം ഇൻഫ്യൂസ്ഡ്, രണ്ടും കൂടി. ഓക്കെ, അടിപൊളി. കാഴ്ചയിൽ നൈസ്. താങ്ക് യു. കട്ട് ചെയ്ത് തരാം. ഞങ്ങൾ റെഡി ആയിട്ട് നിൽക്കുകയാണ് ടേസ്റ്റ്. ഇന്നിപ്പോൾ തുടക്കമാണല്ലോ, അപ്പോൾ ഭയങ്കര ഉഷാറാ. താങ്ക് യു. അഗൈൻ നൈസ് ഫിനിഷിങ്. താങ്ക് യു. ഡ്രസ്സിങ്ങും എല്ലാം നല്ല ഒരു കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഇതിലെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇറ്റ് ഓൾസോ ലുക്സ് വെരി പ്രൊഫഷണൽ. ഇതാണ് നമുക്ക് ശരിക്കും ആവശ്യം, ഇങ്ങനത്തെ ഡ്രസ്സിങ്. അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നൈസ്. താങ്ക് യു. Punch, nice ഫ്ലേവർ. താങ്ക് യു. നല്ല എന്താണോ ഉദ്ദേശിച്ച ആ സാധനം കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഗംഭീരം. താങ്ക് യു. നിങ്ങളാകെ കൺഫ്യൂസ്. എല്ലാം ഗംഭീരം ഗംഭീരം. ആ സെറ്റിംഗ്, ആ ടെമ്പറേച്ചർ സെറ്റിംഗ്, അതെല്ലാം പെർഫെക്റ്റ്. വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, വെരി ഹാപ്പി. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ചേർത്താളെ വിളിക്കാം. യാ, സുപർണ. സൂപ്പർ. Baking queen, baking queen, baking queen, baking
ഗാജർ ഇത് ഷുഗറിൻ്റെ ഗാജർ. ബിസ്ക്കറ്റ് ബേസ് ഇത് മോട്ടിച്ചൂർ തന്നെയാണ് പൊടിച്ച്. ആൻഡ് മറ്റേ ഗോൾഡൻ ലീവ്സ് ഉണ്ടോ? അതെ, ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബേക്ക്ഡ് ചീസ് കേക്ക്. അപ്പോൾ കട്ട് ചെയ്ത് തരേണ്ടി വരും. ഓക്കെ, ഇത് ബേക്ക്ഡ് അല്ലേ? ദെൻ വൈ ഇത് സെറ്റ് ആവാത്ത? ബേക്ക് ചെയ്യുമ്പോൾ അത് ആകണ്ടേ അല്ലേ? അങ്ങനെയല്ലേ? ചില്ല് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല സെറ്റിംഗ് ടൈം അല്ലേ? സെറ്റിംഗ് ടൈം അല്ല, ഇത് ബേക്കിങ്ങിന് മറ്റേ അത് അങ്ങനെ പറയാം പിന്നെ. ഓക്കെ ഓക്കെ, നൈസ്, ലുക്കിംഗ് നൈസ്. ആ ചീസ് കേക്ക് ആവുന്നുണ്ട്. ഇത് മറ്റേ ബിസ്ക്കറ്റ് ബേസ്. ഓക്കെ ഓക്കെ, നൈസ്. ബിസ്കുട്ട് എടുത്തു, അതിൽ കാണില്ല, ഇത് താഴെ സൈഡിൽ നിന്ന് പിടിക്കണം. ഓക്കെ, രണ്ടും കൂടി കിട്ടുന്ന രീതിയിൽ. ഹലോ കേട്ടോ, നൈസ്. ക്രീം ചീസും ക്രീമും എന്തൊക്കെയായിരുന്നു? മോട്ടിച്ചോറ്, ക്രീം ചീസ് വരുന്നുണ്ട്, കേസർ, പിന്നെ കാടമം വരുന്നുണ്ട്. അത് ഫ്ലേവേഴ്സ്. ആ ബിസ്ക്കറ്റിൻ്റെ മേലുള്ള ബേസ് ബിസ്ക്കറ്റ് ബേസ് ബിസ്ക്കറ്റ്, അതിൻ്റെ മേളിൽ വരുന്ന കസ്റ്റർഡ് പോലെ വരുന്ന ഭാഗം എന്തൊക്കെയായിരുന്നു? ആ ക്രീം ചീസും ക്രീമും മിൽക്ക് വരുന്നത്, അതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് മിക്സ് ആക്കിയിട്ട് ഓക്കെ ബേക്ക് ചെയ്തെടുക്കുക. എഗ്ഗില്ല, എഗ്ലെസ്സാ. ബേക്ക് ചെയ്യുമ്പോൾ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സാധനം ഇതിനകത്ത് വേണം. കോൺഫ്ലോർ പക്ഷേ അതിൻ്റെ പ്രൊപ്പോർഷനിൽ എന്തെങ്കിലും കുറവുണ്ടോ? അത് ബേക്ക് ടൈം കുറച്ചും കൂടെ വേണ്ടിയിരുന്നു. കുറച്ചുകൂടെ ബേക്ക് ചെയ്യണമായിരുന്നു അല്ലേ? തോന്നിയല്ലേ? അതർവൈസ് ഇറ്റ്സ് നൈസ്, ഗുഡ്. ഓക്കെ, ഇനി അതല്ല, നമ്മളത് കൊണ്ട് ഫ്രീസറിൽ വെച്ചാൽ ഇതിൽ വെച്ച് സെറ്റ് ചെയ്താലും സെറ്റ് ആവില്ല. ബിക്കോസ് അതിന് ഏറ്റവും ഹൈ ടെമ്പറേച്ചറിൽ ഫ്രീസറിൽ അത് പക്ഷേ ഹാർഡ് ആകുന്നേ ഉള്ളൂ. അതിന് വേറെ ഈ ടെക്സ്ചർ വരില്ല. നമുക്കൊരു കസ്റ്റഡി നമുക്ക് കട്ട് ചീസ് കേക്കിനൊരു ടെക്സ്ചർ വരില്ല ബേക്ക്ഡിൻ്റെ, അതിനൊരു ഫീലിംഗ്. പക്ഷേ അത് ബേക്കിംഗ് ടൈമിൽ അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷേ കൊള്ളാം, നന്നായിട്ടുണ്ട്. താങ്ക് യു. അഞ്ചാമത്തെ ഗ്രൂപ്പിൻ്റെ പ്രിലിംസ് കേക്ക്സ് കഴിച്ചിട്ട് സന്തോഷം. ഡിഫറെന്റ് ആയിരുന്നു. അതെ, ഓരോ റൗണ്ട് കഴിയുമ്പോഴും നമ്മൾ ചോദിക്കാം അതാണ് ബെസ്റ്റ്. നാലാമത്തെ നമ്മൾ ആലോചിച്ചു, നാലാമത്തെ ബെസ്റ്റ് അല്ലെ തേർഡിൽ നമ്മൾ വിചാരിച്ചു. ഇനിയിപ്പോൾ എന്താ, ഇനി ഒരു ആറാമത്തെ ഒരു ഗ്രൂപ്പും കൂടിയേ വരാനുള്ളൂ. ഗംഭീരമായിട്ടുണ്ട്, ഭയങ്കര നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു, ഒരു സംശയം വേണ്ട. എക്സലൻറ്റ് റെസിപ്പീസ്. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് സത്യം പറഞ്ഞാൽ വളരെ നല്ല റെസിപ്പീസാണ് നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും തന്നെ ഇവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കത് റീക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അവർ കാര്യങ്ങൾ പറഞ്ഞാണ് ബേക്ക് ചെയ്തത്. അപ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഞങ്ങൾക്ക് പറയാനേ പറ്റുള്ളൂ, നിങ്ങൾക്കത് കിട്ടുന്നുണ്ടാവില്ല, ബട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാം. ഓക്കെ, അപ്പോൾ ഈ ക്രിസ്മസ് സീസണൊക്കെയാണ്, ഈ കേക്ക്സ് എല്ലാം വേണമെങ്കിൽ റീക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ സന്തോഷം. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമാകുന്നു. അപ്പോൾ മത്സരം കഴിയുന്നില്ല. ഇനി അടുത്ത 4 കണ്ടസ്റ്റൻസുമായിട്ട് നമ്മുടെ പ്രിലിംസിൻ്റെ ലാസ്റ്റ് റൗണ്ട് വരും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്, അതിൽ കാണാം അല്ലേ? അതുവരെ ബേക്കിംഗ് ക്വീൻ ഗിഫ്റ്റ് സ്പോൺസേഡ് ബൈ ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഡോക്ടർ ലക്ഷ്മി നായേഴ്സ് ഓർണമെന്റ്സ് കർട്ടസി, ജുവൽ ഹട്ട്, GH റോഡ്, സ്റ്റാച്യു, ട്രിവാൻഡ്രം, ആൻഡ് ആഭരണം ബൈ അനുരാധ നായർ, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.